ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ മോളിവുഡാണ് ഏറ്റവും വലിയ ചർച്ചയ്ക്ക് കാരണമായത് ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ എന്ന ചിത്രവും. ഉണ്ണി മുകുന്ദൻ വലിയ രീതിയിൽ ചർച്ചയാകുന്ന അവസരമാണ് ഇപ്പോൾ. പലപ്പോഴും തന്റെ തുറന്നു പറച്ചിലുകളിലൂടെ വലിയ വിവാദങ്ങളിൽ പെട്ടുപോയിട്ടുള്ള ആളാണ് ഉണ്ണി മുകുന്ദൻ. അദ്ദേഹത്തിന്റെ പല തുറന്നുപറച്ചിലുകളും വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും അത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും സോഷ്യൽ മീഡിയ അറ്റാക്കുകൾക്കും വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. തന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഞാൻ പണ്ടേ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പറയാതെ ഇരിക്കുന്ന ആളൊന്നുമല്ല. എന്റെ പൊളിറ്റിക്സ് രാജ്യസ്നേഹമാണ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഒരു പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ആളെ കണ്ടിട്ട് ചേട്ടൻ എപ്പോഴെങ്കിലും ക്യൂവിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടോ? ഒരു പട്ടാളക്കാരൻ വരുന്നുണ്ട്, നമ്മളൊരു ടിക്കറ്റ് മേടിക്കാൻ നിൽക്കുകയാണ്, ഞാൻ മാറിക്കൊടുത്തിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യൻ സിറ്റിസൺഷിപ്പിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം പട്ടാളക്കാരനാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് എന്നെ കൊണ്ട് പറ്റാത്തൊരു ജോലിയാണ്. ഞാൻ ആഗ്രഹിച്ചതാണ്. ഞാൻ ഇവിടെ സുഖമായി AC-യിൽ ഇരുന്ന് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ എന്റെ ഏതോ സഹോദരൻ അവിടെ ദൂരെ എന്നെ സംരക്ഷിക്കുന്നു. എന്നെ സംരക്ഷിക്കുമ്പോൾ എന്റെ കുടുംബത്തെ രക്ഷിക്കുന്ന പോലെയാണ് ഞാൻ കാണുന്നത്. മൈ ലെവൽ ഓഫ് പൊളിറ്റിക്സ് ഈസ് ദാറ്റ് എന്നായിരുന്നു ഉണ്ണി മുകുന്ദൻ ഒരവസരത്തിൽ പറയുകയുണ്ടായത്. ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിത്വമാണ് ഉണ്ണി മുകുന്ദന്റേത്, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് അടക്കം. അതിന് വ്യക്തമായ ഉത്തരം പണ്ടേ ഉണ്ണി മുകുന്ദൻ മറുനാടനിലെ സാജന് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ നൽകിയിട്ടുണ്ട്. പല നടന്മാരും അവരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് വെളിപ്പെടുത്താൻ പോലും മടുക്കുമ്പോൾ ആണ് ഉണ്ണി മുകുന്ദൻ ധൈര്യമായി കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പല സിനിമകൾ ഇറങ്ങുമ്പോഴും വലിയ രീതിയിൽ വിമർശിക്കപ്പെടാറുണ്ട്. എന്നാൽ ഇത്തവണ ഒരു വിമർശനവുമില്ല. കാരണം ഉണ്ണി മുകുന്ദന്റെ മാർക്കോ മലയാളത്തിന് തന്നെ അഭിമാനമായി ഇതര ഭാഷകളിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബോളിവുഡിലൊക്കെ ഗംഭീര അഭിപ്രായമാണ്. എന്നാൽ ഉണ്ണി മുകുന്ദന് ഇത്തവണ ഒരു ട്രോളുമില്ല, ഒരു വിമർശനവുമില്ല, ഒന്നുമില്ല. അതെന്താണെന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ നോക്കുന്നത്. പഴയ ഉണ്ണി മുകുന്ദന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പലരും എത്തുന്നത്. എന്നാൽ ഇത്തവണ പല ഇന്റർവ്യൂകളിലും ഉണ്ണി മുകുന്ദന് അങ്ങനെ വലിയ പൊളിറ്റിക്കൽ സ്റ്റാൻഡിനെ കുറിച്ചുള്ള ചർച്ചകളൊന്നുമില്ല. അദ്ദേഹത്തിന്റെ മാർക്കോ എന്ന ചിത്രത്തെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്യുകയാണ്. ഒപ്പം ഉണ്ണി മുകുന്ദൻ പറഞ്ഞ ചില കാര്യങ്ങൾ വലിയ അഭിമാനത്തോടു കൂടി തന്നെ വാർത്തകളായി മാറുന്നു. മാർക്കോ എന്ന സിനിമയിലൂടെ കരിയറിലെ ഏറ്റവും വലിയ വിജയം ആഘോഷിക്കുകയാണ് നടൻ ഉണ്ണി മുകുന്ദൻ. മലയാളത്തിന് പുറമെ ഹിന്ദി ഉൾപ്പെടെയുള്ള എല്ലാ ഭാഷകളിലും സിനിമ ചർച്ചയാവുകയാണ്. സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി മുംബൈയിൽ നടന്ന പ്രസ് മീറ്റിൽ ഉണ്ണി മുകുന്ദൻ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. മലയാളം ഇൻഡസ്ട്രിയിൽ മോഹൻലാൽ സാർ ഇട്ടിരിക്കുന്ന ബെഞ്ച് മാർക്ക് അത്രയും വലുതാണ്. അദ്ദേഹം ചെയ്തതിന്റെ ഒരു അംശം എങ്കിലും ചെയ്യാൻ ഒരു നടന് പറ്റിയാൽ വലിയ അച്ചീവ്മെന്റായി പ്രേക്ഷകർ കണക്കാക്കും. ഉണ്ണി മുകുന്ദൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. നടന്റെ ഈ വാക്കുകൾക്ക് പിന്നാലെ ഇത് ഞങ്ങൾ പറയുന്നതല്ല, പ്രേക്ഷകർ പറയുന്നതാണ് എന്നാണ് ഒപ്പം പ്രസ് മീറ്റിൽ പങ്കെടുത്ത നടൻ കബീർ ദുഹാൻ സിംഗ് പറഞ്ഞത്. അതേസമയം വടക്കേ ഇന്ത്യയിലെ പല തിയേറ്ററുകളിലും ബേബി ജോണിന് പകരം ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോയുടെ ഹിന്ദി പതിപ്പ് പ്രദർശിപ്പിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. സന്ദീപ് റെഡ്ഡി വങ്ക ചിത്രം ആനിമലിനേക്കാൾ വയലൻസ് ഉള്ള ചിത്രമാണ് മാർക്കോ എന്ന് അഭിപ്രായങ്ങളുണ്ടെന്നും ഈ കാരണത്താൽ മാർക്കോ കാണുന്നതിന് പ്രേക്ഷകർ താല്പര്യപ്പെടുന്നതായും ബോളിവുഡ് ഹംഗാമ റിപ്പോർട്ട് ചെയ്തു. മാർക്കോയ്ക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യത മൂലം ബേബി ജോണിന് പകരം ഉണ്ണി മുകുന്ദൻ ചിത്രം പല തിയേറ്റർ ഉടമകളും പ്രദർശിപ്പിക്കുന്നതായാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം മാർക്കോയെ പ്രശംസിച്ച സംവിധായകൻ രാം ഗോപാൽ വർമ്മ രംഗത്ത് വന്നിരുന്നു. മാർക്കോ സിനിമയ്ക്ക് ലഭിക്കുന്നത് പോലെ ഞെട്ടിക്കുന്ന പ്രശംസ ഇതിനു മുമ്പ് ഒരു സിനിമയെക്കുറിച്ചും കേട്ടിട്ടില്ലെന്ന് രാം ഗോപാൽ വർമ്മ എക്സിൽ കുറിക്കുകയുണ്ടായി. ചിത്രം കാണാൻ അക്ഷമയോടെ കാത്തിരിക്കുന്നുവെന്നും ഉണ്ണി മുകുന്ദനാൽ താൻ കൊല്ലപ്പെടില്ല എന്ന് പ്രതീക്ഷിക്കുന്നുവെന്നുമാണ് നടനെ ടാഗ് ചെയ്തുകൊണ്ട് രാം ഗോപാൽ വർമ്മ എക്സിൽ കുറിച്ചത്.